ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് ഉണ്ടാകട്ടെ. നമ്മളൊക്കെ എപ്പോഴും എല്ലാവരിൽ നിന്നും നന്മ ആഗ്രഹിക്കുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്. പക്ഷെ ഇടയ്ക്കെങ്കിലുമൊക്കെ നമുക്ക് തോന്നാറുണ്ട്, ചിലരൊക്കെ, പ്രത്യേകിച്ച് നമുക്ക് അടുപ്പമുള്ളവരൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ തഴയുന്നതായിട്ടും വിമർശിക്കുന്നതായിട്ടും. ഈശോയുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈശോ സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ ഈശോയുടെ സ്വന്തക്കാരും ഈശോയുടെ നാട്ടുകാരും ഒക്കെ ഈശോയെ വില കുറച്ച് കാണുകയാണ്. എന്നാൽ ഈശോ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. വളരെ ശ്രദ്ധേയമായൊരു പരാമർശമാണ് ഈശോ നടത്തുക. എന്ന് വെച്ചാൽ, നീ നിൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നോ നിൻ്റെ കംഫോർട്ട് സോണിൽ നിന്നോ നീ പ്രത്യേകിച്ചൊന്നും ലക്ഷ്യം വെക്കേണ്ടതായിട്ടില്ല. നിൻ്റെ ലക്ഷ്യം നിൻ്റെ കർത്താവിലായിരിക്കണം. ചുറ്റുപാടുകൾ ഏതൊക്കെ രീതിയിൽ നിനക്കെതിരെ തിരിഞ്ഞാലും, എന്തൊക്കെ നിനക്ക് തരാതിരുന്നാലും, എന്തൊക്കെ ആയാലും, അതല്ല നിൻ്റെ ജീവിതത്തെ തീരുമാനിക്കേണ്ടതും നയിക്കേണ്ടതും. പക്ഷേ ക്രിസ്തു, ഈശോയിലേക്കായിരിക്കണം ജീവിതത്തിൻ്റെ നോട്ടവും ലക്ഷ്യവും എല്ലാം. അങ്ങനെയാണെങ്കിൽ നീ സങ്കടപ്പെടില്ല, നീ ഒരിക്കലും ഡൗൺ ആകത്തില്ല, നിന്നെ തകർക്കാനും ആർക്കും പറ്റത്തില്ല. അതിലാണ് നീ ആഴപ്പെടേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നന്മകൾക്കൊക്കെ നന്ദി പറയുകയാണ് ഈശോയെ. ചുറ്റുപാടുകൾ എങ്ങനെയായാലും, കുടുംബം എങ്ങനെയായാലും, ജോലി മേഖലകൾ എങ്ങനെയായാലും, ആരോഗ്യം എങ്ങനെയായാലും, സമ്പത്ത് എങ്ങനെയായാലും, എന്തും എങ്ങനെയായാലും നിന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്നോട് ചേർന്ന് നിന്ന് സന്തോഷിക്കുവാനും ജീവിക്കുവാനും ഈ വ്യക്തി അനുഗ്രഹിക്കണം. നിന്റെ നാമത്തിൽ സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യൻ നീ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ചങ്ങലകൾ തകർത്തു. ഈശോ നിൻ നാമത്തിൽ രക്ഷ. ഈശോനാഥ അങ്ങേ